ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു മെൻസെക് ആപ്ലിക്കേഷൻ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് മാനുവലി ഡിപ്ലോയ് ചെയ്യുന്നത് നോക്കി. ഇപ്പോൾ നമ്മൾ EC2 ഇൻസ്റ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തു, ഗിറ്റ്ഹബിൻ്റെ കോഡുകളെല്ലാം നോഡ് ജേസ് ഇൻസ്റ്റാൾ ചെയ്തു, ഗിറ്റ്ഹബിൻ്റെ കോഡ് ക്ലോൺ ചെയ്തു, പിന്നെ PM2 വെച്ച് റൺ ചെയ്തു. പിന്നെ ഒരു ചേഞ്ച് ഗിറ്റ്ഹബിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റ് പുൾ ചെയ്തെടുക്കണം എന്നുള്ള കാര്യം നോക്കി. അങ്ങനെയൊക്കെ നോക്കി. പക്ഷേ ഇതെല്ലാം നമ്മൾ മാനുവലി ചെയ്യേണ്ട വഴിയാണ്. ഇപ്പോൾ കുറേ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നു. അപ്പം നമുക്കിതെല്ലാം കൂടെ മാനുവലി മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്, ഒരു പാട് പിടിച്ച പരിപാടിയാണ്. അപ്പം അതിനെ കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CI/CD പൈപ്പ്ലൈൻസ് കൊണ്ടുവന്നത്. CI/CD എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷനും കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റും. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് ലാസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാൻ നമ്മൾ കുറേ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ആപ്പ് ജസ്റ്റ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. നമുക്കിപ്പം ഈ നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചേഞ്ച് നമ്മുടെ ഗിറ്റബിലോട്ട് വന്ന് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടത്താം. അതാണ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ്. അപ്പം നമുക്ക് CAയും CD രണ്ടും കൂടെ ഒരുമിച്ച് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് CD മാത്രം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ CA വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ബഗ്ഗുള്ള കോഡ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് കേസുകൾ ഫെയിൽ ആകുന്ന കോഡുകൾ നമ്മളുടെ ഇൻസ്റ്റൻസിലോട്ട് പുഷ് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഡിപ്ലോയ് ആവുകയോ ചെയ്യരുതെന്നുള്ളൊരു കേസുള്ളതുകൊണ്ടാണ് നമ്മളിപ്പം CAയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ CAയ്ക്കകത്ത് നമ്മൾ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതുന്നത്. അത് കഴിഞ്ഞ് അത് പാസ്സായാൽ മാത്രമേ നമ്മളുടെ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു YAML ഫയൽ എഴുതിയിട്ടുണ്ട്. നമുക്കിതെന്താണെന്ന് നോക്കാം. അതിന് അതിനു മുമ്പ് നമ്മൾ ബാക്കെൻഡിൻ്റെ അകത്ത് സെർവറിൻ്റെ അകത്ത് കുറച്ച് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഇഫ് റിക്വയർ ഡോട്ട് മെയിൻ ഈക്വൽ ടു മൊഡ്യൂൾ ആപ്പ് ഡോട്ട് ലിസൺ പോർട്ട്, ഇങ്ങനെ ചെറിയൊരു ചേഞ്ച് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എൻവയോൺമെൻറ്റിനെയും നമ്മളുടെ ഡിപ്ലോയ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം റിക്വയർ ഡോട്ട് മെയിൻ എന്ന് പറയുന്നത് നമ്മളിപ്പം റൺ ചെയ്യുന്ന ആ ഒരു ഫയലായിരിക്കും. മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫയലായിരിക്കും. അപ്പം നമ്മൾ റൺ ചെയ്യുന്ന ഫയലും നിൽക്കുന്ന ഫയലും ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെക്കാണ്. ഇത് ഇപ്പം റൺ ചെയ്യുന്ന ഫയലും നമ്മൾ നിൽക്കുന്ന ഫയലും ഒന്നല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോഡ് സെർവർ നോഡ് സ്റ്റാർട്ട് സെർവർ ഡോട്ട് JSON എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫയലിൻ്റെ പേര് വെച്ചിട്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് യെസ് ആവും. ഓക്കെ, ഇത് ട്രൂ ആവും. അല്ലാതെ നമ്മളിപ്പം ഒരു 2-3 ടെസ്റ്റ് കേസ് എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പം ടെസ്റ്റ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ 2-3 ടെസ്റ്റ് കേസുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ടെസ്റ്റിൽ നമ്മൾ സെർവർ ഡോട്ട് JSനെ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനാണ്. പിന്നെ ഈ ടെസ്റ്റ് കേസുകൾ ചിലപ്പോൾ ഈ API ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് ഫയലുകൾ വരാം. അപ്പം നമ്മളുടെ ഗിറ്റബ് ആക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സെയിം സെർവറിനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ആ സമയത്ത് നമ്മളുടെ ഈ പോർട്ട് സെയിം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പോർട്ട് ചിലപ്പോൾ 5000 ആയിരിക്കും. ആ സമയത്ത് തന്നെ നമ്മൾ പാരലായിട്ട് ചെക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ 5000ൻ്റെ തന്നെ പോർട്ട് ഓൾറെഡി യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എറർ അടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പം ഇത് പ്രോപ്പർ നമ്മളുടെ ഡെവലപ്മെൻറ്റ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ചെല്ലുമ്പോൾ മാത്രമേ ഈ പോർട്ട് 5000 എന്നുള്ള സാധനം വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് നമുക്കിവിടെ ജസ്റ്റ് ഒരു ഈ പറഞ്ഞ സൂപ്പർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഒരു തേർഡ് പാർട്ടി പാക്കേജാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 3 API ടെസ്റ്റ് കേസസുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഹെൽത്ത് ചെക്ക് ചെയ്യാനും, പിന്നെ ഐഡിയാസ് എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും, പിന്നെ മോങ്കോഡിബിയുടെ കണക്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ടെസ്റ്റ് കേസുകളും കണ്ടു. ഇത് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കി. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ CI/CD എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ ചുമ്മാ AI വെച്ച് ജനറേറ്റ് ചെയ്യിപ്പിച്ച് ടെസ്റ്റ് കേസസ് ആണ്. നമ്മൾ നോഡ് JSൻ്റെ ബിൽറ്റിൻ ആയിട്ടുള്ള ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അസേർട്ടും പിന്നെ സൂപ്പർ ടെസ്റ്റ് എന്ന് പറയുന്ന ഇത് നമ്മുടെ ഈ APIസിന് നമുക്ക് API കോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ ടെസ്റ്റ് എന്ന് പറയുന്ന പാക്കേജും കൂടി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങളത് നോക്കിയാൽ മതി. നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മളുടെ ഡിപ്ലോയിലോട്ട് ഈ YML ഫയലാണ്. ഓക്കെ, ഈ YAML ഫയലിൻ്റെ അകത്താണ് നമ്മൾ ഈ ഡിപ്ലോയ്മെൻറ്റ് CI/CD കാര്യങ്ങൾ എഴുതുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ YAML ഫയൽ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് YAML ഫയലൊന്നും വലിയ പണ്ടാണെന്നുണ്ടെങ്കിൽ YAML ഫയലൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി എഴുതേണ്ടിയൊക്കെ വരുമായിരുന്നു. ഇപ്പം നമുക്ക് AIയോട് പറഞ്ഞാൽ ഈ ഡിപ്ലോയ്മെൻറ്റ് സാധനങ്ങൾ മൊത്തം
സെറ്റപ്പ് ചെയ്ത് തരും. ഓക്കെ, അപ്പം ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ പുഷ് ബ്രാഞ്ചസ് മെയിൻ. ഓക്കെ, അപ്പം ബ്രാഞ്ച് മെയിനിലോട്ട് പുഷ് ചെയ്യുമ്പോഴാണ് ഇത് ട്രിഗർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. എന്നിട്ട് 2 ജോബുകൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റും ഒന്ന് ഡിപ്ലോയും. ഓക്കെ, അപ്പം ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് റൺ ടെസ്റ്റ്, നെയിം റൺ ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഈ ടെസ്റ്റിൻ്റെ പേര്. പിന്നെ ഉബുണ്ടു ലേറ്റസ്റ്റ് ഒരു ഉബുണ്ടുവിൻ്റെ ഒരു ലേറ്റസ്റ്റ് എൻവയോൺമെൻറ്റ് ആയിരിക്കണം അത് റൺ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സർവീസസ് ഒരു മോങ്കോ ഡി ബിയും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. മോങ്കോ ഡി ബി ഇമേജ്, കാരണം നമ്മളുടെ ടെസ്റ്റിൻ്റെ അകത്തൊരു മോങ്കോ ഡി ബിയുടെ അകത്തുനിന്ന് അറേ എടുക്കുന്ന ഒരു കേസ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതാ അറേ ഓഫ് ഐഡിയസ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മോങ്കോ ഡി ബി വേണം. അപ്പം ആ മോങ്കോ ഡി ബിനെ പുള്ളി ചെയ്തെടുത്തിട്ട് അതിനുള്ള ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യാനാണ് നമ്മൾ ഗിറ്റ്ഹബിനോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഗിറ്റ്ഹബ് ആക്ഷൻസ് ആണ് നമ്മുടെ ഈ CI/CD വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ഗിറ്റ്ഹബ് ആക്ഷൻസ് കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മോങ്കോഡിബിയുടെ പോർട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മോങ്കോഡിബി ഡേറ്റാബേസ് സ്പിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പറയുന്നത് നമ്മളുടെ ഇപ്പം ഈ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഉബുണ്ടു ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഉബുണ്ടുവിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല. അപ്പം അവിടെ നമുക്ക് ചെക്കൗട്ട് ഈ ഗിറ്റ്ഹബിൽ നിന്ന് കോഡുകളെല്ലാം പുഷ് ചെയ്യാനാണ് ഈ ഒരു കമാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുന്നത് നോഡ് ജേസിനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കമാൻഡ് ചെയ്യുന്ന CD ബാക്കിന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഡിപ്പെൻഡൻസിനെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റൺ ടെസ്റ്റ് CD ബാക്കിൻ്റെ npm ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ ഫയലായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ടെസ്റ്റുകളെല്ലാം പാസ്സായാൽ മാത്രമേ ഈ ഡിപ്ലോയിലോട്ട് പോകുള്ളൂ. അപ്പം ഡിപ്ലോയ് എന്ന് പറയുന്ന അടുത്ത ജോബ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിപ്ലോയ് ജോബിൻ്റെ അകത്ത് നെയിം ഡിപ്ലോയ് TC2 ആണ്. നീഡ്സ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇത് പാസ്സായാൽ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് വരാവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതും റൺസ് ഓൺ ഉബുണ്ടു ലേറ്റസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. സ്റ്റെപ്സ് എക്സിക്യൂട്ട് SSH കമാൻഡ്സ്. അപ്പം നമ്മൾ ഈ നമ്മളുടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ഒരു പെം ഫയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പെം ഫയലിൻ്റെ സീക്രട്സ് ആണ് നമ്മളിവിടെ ഈ സീക്രട്സ് ഡോട്ട് കീ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ഗിറ്റ്ഹബിൻ്റെ അകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ സീക്രട്സ് ഡോട്ട് ഹോസ്റ്റ് നമ്മളുടെ ഇൻസ്റ്റൻസിൻ്റെ IP അഡ്രസ് ആണിത്. പിന്നെ സീക്രട്സ് ഡോട്ട് യൂസർ നെയിം അത് ഉബുണ്ടു ആണ്. ഓക്കെ, യൂസർ നെയിം ഉബുണ്ടു ആണ്. പിന്നെ സീക്രട്ട് ഡോട്ട് ഹോസ്റ്റ് നമ്മളുടെ ഇൻസ്റ്റൻസിൻ്റെ IP അഡ്രസ് ആണ്. സീക്രട്ട് ഡോട്ട് കീ എന്ന് പറയുന്നത് നമ്മൾ SSH വഴി ലോഗിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഒരു പെം ഫയൽ ഉണ്ടായിരുന്നു. നമ്മൾ കീ പെയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കണ്ടൻസ് ആണ് ഈ സീക്രട്സ് ഡോട്ട് കീ എന്ന് പറയുന്ന ഫയലിൻ്റെ അകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. CD ഹോം ഉബുണ്ടു ഐഡിയ വാൾട്ട് ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ. ഓക്കെ, നമ്മൾ ഗിറ്റിൻ്റെ അകത്തുള്ള ചേഞ്ചസ് മൊത്തം എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ CD ഫ്രണ്ട് എൻഡ് npm ഇൻസ്റ്റാൾ റൺ ബിൽഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ CD ബാക്ക് എൻഡിലോട്ട് പോയിട്ട് നമ്മളുടെ ENV ഫയൽ, ഇതും ഞാൻ ഓൾറെഡി നമ്മൾ ENV ഫയൽ നമ്മളുടെ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടുന്ന് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ AWS സീക്രട്സ് വെച്ചിട്ടായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നാണ്. അപ്പം സീക്രട്സ് ഡോട്ട് പോർട്ട് ഡോട്ട് ENV. അപ്പം നമ്മളുടെ ഗിറ്റബിൻ്റെ നമ്മൾ ഈ സീക്രട്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പോർട്ട് എടുത്തിട്ട് ENV എന്ന് പറയുന്ന ഒരു ഫയലിലോട്ട് അത് റൈറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് കേസ് ആ ഫയലിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് ഇത് അവിടെ റൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് npm ഇൻസ്റ്റാൾ റീസ്റ്റാർട്ട് ഐഡിയ വാൾട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ നമ്മളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകും. ഇത്രേ ഉള്ളൂ ഈ ഫയൽ CI/CD ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിൻ്റെ കേസുകളും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പം നമ്മൾ ടെസ്റ്റ് എഴുതി പാസ്സായാൽ മാത്രം ഡിപ്ലോയ് ചെയ്യാനുള്ള സെറ്റപ്പ് എഴുതി. പിന്നെ ഇതിൻ്റെ ഈ ഫോൾഡർ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ഗിറ്റ്ഹബ് വർക്ക് ഫ്ലോസ് ഡിപ്ലോയ് ഡോട്ട് YAML എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കണം, എന്നാലത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനിയിപ്പം ഗിറ്റ്ഹബ് ആക്ഷൻസ് പോയി കാണാം. ഇതാണ് ഗിറ്റ്ഹബ് ആക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിവിടെ നമുക്ക് ഡിപ്ലോയ്മെൻറ്റിൻ്റെ കാര്യവും ഡീറ്റെയിൽസും എല്ലാം കാണാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഐഡിയ വേൾഡ് നിങ്ങളുടെ റെപ്പോസിറ്ററി പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി അല്ല, സീക്രട്സ് ആൻഡ് വേരിയബിൾസിൻ്റെ അകത്ത് ആക്ഷൻസ് എന്ന് പറയുന്നത് സ്ഥലത്ത് പോകുക. എന്നിട്ട് ഇവിടെ ന്യൂ റെപ്പോസിറ്ററി സീക്രട്സ് എന്ന് പറയുന്നത് നമ്മുടെ റെപ്പോസിറ്ററിയുടെ സീക്രട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഹോസ്റ്റും കീയും MongoDB URIയും പോർട്ടും യൂസർ നെയിമും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഈ കീക്കകത്താണ് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കിട്ടിയൊരു പെം ഫയൽ ഉണ്ടല്ലോ, ഡൗൺലോഡ് ചെയ്തപ്പോൾ കിട്ടിയൊരു പെം ഫയൽ ഉണ്ട്. ഈ പെം ഫയൽ ഇത് ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ ഇരിക്കും. ഈ പെം ഫയലാണ് നമുക്ക് അവിടെ അതിൻ്റെ കണ്ടന്റുകൾ മൊത്തം കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ അത് ഈ കീക്കകത്ത് ഇടേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ.
അപ്പം നമ്മുടെ റെപ്പോസിറ്ററിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഗിറ്റബ് ആക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്തെ സീക്രട്സ് സെറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾക്ക് അറിയണമെന്നില്ല നമ്മളുടെ ആ യാമൽ ഫയലും ടെസ്റ്റ് ഫയലും കറക്റ്റാണ്, ഈ സീക്രട്സും കറക്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ജസ്റ്റ് 1-2 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബാക്ക് എൻ്റെ API ടെസ്റ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾ നോക്കണം. എൻ്റെ റെപ്പോസിറ്ററിയിൽ ഇവിടെ ലാസ്റ്റ് ബിൽഡ് സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാൻ പുതിയൊരു ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഗിറ്റ് ആഡ് ഞാൻ മെയിനിലോട്ട് ജസ്റ്റ് ഒരു പുഷ് ചെയ്തു. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ യാമൽ ഫയൽ വെച്ച് പറഞ്ഞു കൊടുത്തേക്കുന്ന എൻ്റെ മെയിനിലൊരു പുഷ് വന്നാൽ ആക്ഷൻസ് ട്രിഗർ ചെയ്യണമെന്നാണ്. ഓക്കെ. ഇവിടെ വന്നു ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ, ഇവിടെ അപ്പോഴത്തേക്കും CI/CD പൈപ്പ് ലൈൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ആദ്യം ടെസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. റൺ ടെസ്റ്റ് എന്ന് പറയുന്ന നമ്മളുടെ ആ ജോബ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആണ്. ടെസ്റ്റ് കംപ്ലീറ്റ് ആയി സക്സസ് ആയാൽ മാത്രമേ ഡിപ്ലോയ് വർക്ക് ആവുള്ളൂ. ഓക്കെ. നമ്മൾ ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഡിപ്ലോയ് ടു EC2 വന്നു. EC2ലോട്ടുള്ള ഡിപ്ലോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ. രണ്ടും കംപ്ലീറ്റ് ആയി. അപ്പം നമ്മളുടെ ആപ്പിൻ്റെ അകത്ത് നമ്മൾ പുതിയ ചേഞ്ച് വരുത്തിയതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ഗിറ്റ്ഹബ് വർക്ക് ഫ്ലോ ഫയൽ. നമ്മൾ മറ്റേ ഗിറ്റ്ഹബ് വർക്ക് ഫ്ലോസ് ഡിപ്ലോയ്.യമൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി കൊടുത്ത ഫയലാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞ ഈ സെയിം നെയിം തന്നെ വേണമെന്നുള്ള കാര്യം. അപ്പം ഇത്രേ ഉള്ളൂ CI/CD പൈപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.